ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷ എഴുതുന്ന നമ്മുടെ കൂട്ടുകാരികൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട സൈക്കോളജി വിഭാഗത്തിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ ഒന്ന് കാണാൻ ശ്രമിക്കണം. അതുപോലെ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൽ സിഗ്മണ്ട് ഫ്രോയിഡ് വ്യക്തിത്വത്തിൻ്റെ ഘടനാപരമായ മാതൃക രൂപപ്പെടുത്തുന്നത് ഏതൊക്കെ ഘടകങ്ങൾ ഉൾച്ചേർത്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം മനോവിശ്ലേഷണ സിദ്ധാന്തം ആരാണ് വികസിപ്പിച്ചത്? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. നമ്മളത് പഠിച്ചിട്ടുള്ളതാണ്. മനോവിശ്ലേഷണ സിദ്ധാന്തം രൂപീകരിച്ചത് ആരാണ് അഥവാ വികസിപ്പിച്ചത് ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ആ സിഗ്മണ്ട് ഫ്രോയിഡ് വികസിപ്പിച്ച മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൽ വ്യക്തിത്വത്തിൻ്റെ ഘടനാപരമായ മാതൃക രൂപപ്പെടുത്തുന്നത് ഏതൊക്കെ ഘടകങ്ങൾ ഉൾച്ചേർന്നാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. നമുക്ക് നോക്കാം. ഈത് സൂപ്പർ ഈഗോ ലിബിഡോ ആണോ? അല്ല. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അല്ല. അതുപോലെ തന്നെ ഈഗോ ഈത് അഡൽട്ട് ഈഗോ ശരിയാണോ? അല്ല, തെറ്റാണ്. അതുപോലെ തന്നെ ഏതൊക്കെയാണ്? ഈത് ഈഗോ സൂപ്പർ ഈഗോ ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. നമ്മൾ പഠിച്ചാണ് മനോവിശ്ലേഷണ സിദ്ധാന്തം പ്രകാരം വ്യക്തിത്വത്തിൻ്റെ ഘടനാപരമായ മാതൃക രൂപപ്പെടുത്തുന്ന ഏതൊക്കെ ഘടകങ്ങൾ ഉൾച്ചേർത്താണ്? ഈത് ഈഗോ സൂപ്പർ ഈഗോ കേട്ടോ. നമ്മൾ പഠിച്ചാണ് ഈത് ഈഗോ സൂപ്പർ ഈഗോ. ക്ലിയർ ആണേ? അടുത്ത ചോദ്യം, മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിന് ഉപയുക്തമാകുന്ന ആരോഗ്യകരമായിട്ടുള്ള മനോസാന്ത്വന രീതി ഏത് എന്നാണ് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ആവർത്തിക്കാം. മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിന് ഉപയുക്തമാവുന്ന ആരോഗ്യകരമായ മനോസാന്ത്വന രീതി ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ഉടനടി ഉറങ്ങുന്നത് ആണോ? അല്ല. സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ഉടനടി ഉറങ്ങുന്നതല്ല മനോസ്വാന്തന രീതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ദേഷ്യം പ്രകടിപ്പിക്കുന്നതുമല്ല. അതുപോലെ തന്നെ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ശ്വസന വിശ്രാന്തി പ്രയോഗിക്കുന്നത്, അതാണ് ശരിയായിട്ടുള്ള മനോസ്വാന്തന രീതി എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? ഇപ്പോഴേ അങ്ങ് പഠിച്ചു പോകണം. നിങ്ങൾ ഓൾറെഡി പഠിച്ചാണ് ഈ സ്പെഷ്യൽ ടോപ്പിക്സ്. അപ്പോൾ കണക്ട് ചെയ്തങ്ങ് പോകണം. മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിന് ഉപയുക്തമാവുന്ന ആരോഗ്യകരമായ മനോസ്വാന്തന രീതി ഏതാണ്? സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ശ്വസന വിശ്രാന്തി പ്രയോഗിക്കുന്നതാണ്. ക്ലിയർ ആണ്? അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം, അടുത്ത ചോദ്യം, അബ്രഹാം ലോവിൻ്റെ ആവശ്യകതകളുടെ ശ്രേണി സിദ്ധാന്ത പ്രകാരം ഒരു വ്യക്തിയുടെ പരമാവധി ശേഷികൾ സ്വയം തിരിച്ചറിയുന്നത് ഏത് ഘട്ടത്തിൽ ആണ് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നല്ലൊരു ചോദ്യമാണ്. അപ്പോൾ ചോദ്യം ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. അബ്രഹാം മാസ്ലോവിൻ്റെ ആവശ്യകതയുടെ ശ്രേണി സിദ്ധാന്ത പ്രകാരം ഒരു വ്യക്തിയുടെ പരമാവധി ശേഷികൾ സ്വയം തിരിച്ചറിയുന്നത് ഏത് ഘട്ടത്തിലാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ആത്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞ ഘട്ടത്തിലാണ് ഒരു വ്യക്തിയുടെ പരമാവധി ശേഷികൾ സ്വയം തിരിച്ചറിയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. അബ്രഹാം മാസ്ലോവിൻ്റെ ആവശ്യകതകളുടെ ശ്രേണി സിദ്ധാന്ത പ്രകാരം ഒരു വ്യക്തിയുടെ പരമാവധി ശേഷികൾ സ്വയം തിരിച്ചറിയുന്നത് ഏത് ഘട്ടത്തിലാണ്? ആത്മസാക്ഷാത്കാര ഘട്ടത്തിലാണ്. ക്ലിയർ ആണ്? അടുത്ത ചോദ്യം, ഉത്കണ്ഠയെ മനഃശാസ്ത്രപരമായി വ്യക്തമാക്കുന്ന ഉത്തരം തിരഞ്ഞെടുക്കുക. അപ്പോൾ ഉത്കണ്ഠയെ മനഃശാസ്ത്രപരമായി വ്യക്തമാക്കുന്ന ഉത്തരം കണ്ടെത്തുക എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഭയവും ഉത്കണ്ഠയും ഒന്ന് തന്നെയാണ്. ആണോ? അല്ല, തെറ്റാണ്. ഭയവും ഉത്കണ്ഠയും രണ്ട് തന്നെയാണ്. അതായത് ഭയം വേറെയാണ്. അതുപോലെ തന്നെ ഭയം ആങ്കറാണ്. ഉത്കണ്ഠ ആങ്സൈറ്റിയാണ്. അതായത് ഭയവും ആങ്സൈറ്റിയും ഒക്കെ രണ്ടല്ലേ, ഒന്നല്ലല്ലോ, ഒരിക്കലും ഒന്നല്ലല്ലോ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. പുലി ആക്രമിക്കാൻ വരുമ്പോൾ അനുഭവപ്പെടുന്നതാണ് ഭയം. സത്യമാണ്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. നമ്മളൊരു പുലിയോ ആനയോ ഒക്കെ ആക്രമിക്കാൻ വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നത് എന്താണ്? ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഭയം എന്ന് പറയുന്നത്. അപ്പോൾ അത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. പുലി ആക്രമിക്കാൻ വരുമ്പോൾ അനുഭവപ്പെടുന്നതാണ് ഭയം. അടുത്തത് നോക്കാം. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഭാവിയിൽ സംഭവിക്കാവുന്നതായി കരുതുന്ന കാര്യങ്ങളോടുള്ള ആശങ്കയാണ് ഉത്കണ്ഠ. അത് ശരിയാണ്. നമുക്ക് ഭാവിയെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് ആശങ്കയല്ലേ വരുന്നത്, അതായത് ആങ്സൈറ്റിയല്ലേ വരുന്നത്, ഉത്കണ്ഠയല്ലേ വരുന്നത്. അത് തന്നെയാണ്. അപ്പം മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഭാവിയിൽ സംഭവിക്കാവുന്നതായി കരുതുന്ന കാര്യങ്ങളോടുള്ള ആശങ്കയാണ് ഉത്കണ്ഠ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 2, 3 മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. അപ്പോൾ 2, 3 ഏതാണ്? ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കേട്ടോ. 2, 3 ശരി. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം,
ഹോവാർഡ് ഗാർഡനറിൻ്റെ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കി ആന്തരിക വൈയക്തിക ബുദ്ധിയുമായി ബന്ധപ്പെട്ട വ്യക്തിഗത സ്വഭാവം ഏതാണ്? ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. ഹോവാർഡ് ഗാർഡനറിൻ്റെ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കി ആന്തരിക ബുദ്ധിയുമായി ബന്ധപ്പെട്ട വ്യക്തിഗത സ്വഭാവം ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. സംഗീതം ആസ്വദിക്കാനുള്ള കഴിവാണോ? അല്ല. അതുപോലെ തന്നെ ഗണിതശാസ്ത്ര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഉള്ള കഴിവാണോ? ആന്തരിക കഴിവാണോ? അല്ല. അതുപോലെ തന്നെ സംഘത്തിലെ ഉള്ളവരുടെ മനോവ്യാപാരങ്ങൾ തിരിച്ചറിഞ്ഞ് ഉചിതമായി പെരുമാറുന്നതിനുള്ള കഴിവ്, അതാണോ? അല്ല. അതുപോലെ തന്നെ ഓപ്ഷൻ ഡി ആണ് അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത്. എന്താണ്? സ്വയം ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും വിലയിരുത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമുള്ള കഴിവ്. അപ്പോൾ എന്താണ്? സ്വയം ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും വിലയിരുത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുള്ള കഴിവാണ് എന്താണ് ബഹുമുഖ സിദ്ധാന്തത്തിന് അടിസ്ഥാനമാക്കിയുള്ള ആന്തരിക വൈയക്തിക ബുദ്ധിയുമായി ബന്ധപ്പെട്ട സ്വഭാവമാണിത് കേട്ടോ. ക്ലിയർ ആണ്? അടുത്ത ചോദ്യം. മനോവിശ്ലേഷണം എന്ന മനഃശാസ്ത്ര സിദ്ധാന്തം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമുക്കിത് ഓപ്ഷൻ പോലും നോക്കേണ്ട കാര്യമില്ല, നമ്മൾ പഠിച്ചാണ്. സിഗ്മണ്ട് ഫ്രോയിഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ മനോവിശ്ലേഷണം എന്ന മനഃശാസ്ത്ര സിദ്ധാന്തം ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? സിഗ്മണ്ട് ഫ്രോയിഡ്. അടുത്ത ചോദ്യം. ദൈനംദിന സാഹചര്യങ്ങളെക്കുറിച്ചുള്ള തീവ്രവും അമിതവുമായ ആശങ്കയും ഭയവും താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് അവസ്ഥയുടെ ലക്ഷണം ആണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചതാണ്. അപ്പം അതുമായിട്ട് കണക്ട് ചെയ്തോളൂ. ആസക്തിയാണോ? അല്ല. എന്താണ്? ഉത്കണ്ഠയാണ്. നമുക്ക് ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ, അതുപോലെ തന്നെ എന്താണ് നാളെ എന്ത് നടക്കുമെന്നൊക്കെ ഉള്ളൊരു ഉത്കണ്ഠ അഥവാ ആങ്സൈറ്റി ഇല്ലേ, അത് തന്നെയാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചാൽ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പെട്ടെന്ന് കിട്ടും. എന്താണ്? ദൈനംദിന സാഹചര്യങ്ങളെക്കുറിച്ചുള്ള തീവ്രവും അമിതവുമായ ആശങ്ക എന്ന് പറയുന്നതിനാണല്ലോ ആങ്സൈറ്റി. ആശങ്കയും ഭയവും താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് അവസ്ഥയുടെ ലക്ഷണമാണ്? ഉത്കണ്ഠയുടെ ലക്ഷണമാണ്. ക്ലിയർ ആണ്? അടുത്ത ചോദ്യം. ബുദ്ധി ബഹുമുഖ സിദ്ധാന്തം മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി ആരാണ് അവതരിപ്പിച്ചത് കേട്ടോ? അപ്പം ഗാർഡനറാണ് അവതരിപ്പിച്ചത് കേട്ടോ. ഗാർഡനർ കേട്ടോ, പഠിച്ചു വെച്ചോണേ. ഗാർഡനറാണ്. അപ്പം ബുദ്ധി ബഹുമുഖ സിദ്ധാന്തം അഥവാ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി ആരാണ് അവതരിപ്പിച്ചത്? ഗാർഡനറാണ്. അടുത്ത ചോദ്യം. ആക്രമണോസ്തുകത നിരീക്ഷണം വഴി പഠിക്കുന്നു എന്ന് പരീക്ഷണത്തിലൂടെ സ്ഥാപിച്ച മനഃശാസ്ത്ര സൈദ്ധാന്തികൻ ആരാണ്? ആ സൈദ്ധാന്തികൻ? നമ്മൾ പഠിച്ചതാണ്. ആരാണ്? ബദൂരയാണ് കേട്ടോ. ബദൂര. ഓപ്ഷൻ എ ബദൂരയാണ് കേട്ടോ. ബെന്ദൂര എന്ന് പറയും. ബെന്ദൂരയാണ് കേട്ടോ. ബെന്ദൂര. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. ആക്രമണോസ്തുകത നിരീക്ഷണം വഴി പഠിക്കുന്നു എന്ന് പരീക്ഷണത്തിലൂടെ സ്ഥാപിച്ച മനഃശാസ്ത്ര സൈദ്ധാന്തികൻ ആരാണ്? ബെന്ദൂരയാണ്. അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആന്തരിക അഭിപ്രേരണ അഥവാ ഇൻട്രൻസീവ് മോട്ടിവേഷനിൽ പെട്ടത് ഏതെന്നാണ്? നമുക്കറിയാം ആന്തരിക അഭിപ്രേരണയും ബാഹ്യ അഭിപ്രേരണയൊക്കെ നമ്മൾ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. അപ്പോൾ നമുക്ക് അത് വെച്ച് നോക്കാം ഏതൊക്കെയാണ്, നമുക്ക് ഏതാണ് അതിൻ്റെ ശരിയായിട്ടുള്ളത് നോക്കാം. സ്ഥാനക്കയറ്റം ലഭിക്കുന്നതാണോ? അല്ല. സമ്മാനം കിട്ടുന്നതാണോ? അല്ല. പ്രശംസ കിട്ടുന്നതാണോ? അല്ല. പകരം എന്താണ്? നമുക്കൊരു ആത്മസംതൃപ്തി തോന്നി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളല്ലയോ ആന്തരിക അഭിപ്രേരണ എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ പഠിച്ചു വെച്ചോണം. ആന്തരിക അഭിപ്രേരണയുമായിട്ട് ബന്ധപ്പെട്ടത് ഏതാണ്? ആത്മസംതൃപ്തിയാണ്. അടുത്ത ചോദ്യം പിന്നെയും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ മാനസിക സമ്മർദ്ദത്തിന് അന്തർമുഖമായ ലക്ഷണം ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. മാനസികമായ ആശ്വാസമാണോ? അല്ല. അതുപോലെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ട്, അതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. അപ്പം 2 ആണ് ഇവിടെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കേട്ടോ. അപ്പം 2 ഏതാണ് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. എന്താണ്? മാനസിക സമ്മർദ്ദത്തിന് അന്തർമുഖമായ ലക്ഷണം ഏതാണ് ഈ തന്നിരിക്കുന്നവയിൽ? ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ട്. ക്ലിയർ ആണ്? അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ ഉത്കണ്ഠയുടെ ശാരീരിക ലക്ഷണം ഏത്? താഴെ പറയുന്നവയിൽ ഉത്കണ്ഠയുടെ ശാരീരിക ലക്ഷണം ഏത്? ഉത്കണ്ഠ അഥവാ ആങ്സൈറ്റിയുടെ ശാരീരിക ലക്ഷണം ഏത്? നല്ലൊരു ചോദ്യമാണ്. പരീക്ഷയ്ക്ക് ഇത് റിപ്പീറ്റ് ചെയ്ത് പ്രതീക്ഷിക്കാം. അപ്പം എന്താണെന്ന് നമുക്ക് നോക്കാം. താഴ്ന്ന രക്തസമ്മർദ്ദം വരുമോ? താഴ്ന്ന രക്തസമ്മർദ്ദം, അതുപോലെ തന്നെ അസംപുഷ്ടമായ സംസാരം, മന്ദഗതിയിലുള്ള ശ്വസനം, വർദ്ധിച്ച ഹൃദയമിടിപ്പ്. അപ്പോൾ ഇവിടെ നമുക്ക് ആങ്സൈറ്റി കൂടുമ്പോൾ നമുക്ക് എന്താണ് വരുന്നത്? നമ്മൾ ഹൃദയമിടിപ്പ് കൂടുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ആൻസറായിട്ട് വരുന്നത്. വർദ്ധിച്ച ഹൃദയമിടിപ്പാണ് ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ. 4 ആണ് ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ഉത്കണ്ഠയുടെ ശാരീരിക ലക്ഷണം ഏതാണ്? വർദ്ധിച്ച ഹൃദയമിടിപ്പാണ്. അടുത്ത ചോദ്യം.
ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം ആവിഷ്കരിച്ചതാര്? ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം ആവിഷ്കരിച്ച ആരാണ്? ഹോവാർഡ് ഗാർഡനറാണ് കേട്ടോ. റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ഹോവാർഡ് ഗാർഡനറാണ്. ഹോവാർഡ് ഗാർഡനർ. അടുത്ത ചോദ്യം നോക്കാം. മാസ്ലോ ആവിഷ്കരിച്ച ആവശ്യങ്ങളെക്കുറിച്ചുള്ള ശ്രേണി സിദ്ധാന്ത പ്രകാരം ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ആവശ്യം ഏത് ആണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. നല്ലൊരു ചോദ്യമാണ്. മാസ്ലോ ആവിഷ്കരിച്ച ആവശ്യങ്ങളെക്കുറിച്ചുള്ള ശ്രേണി സിദ്ധാന്ത പ്രകാരം ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ആവശ്യം ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം. ശാരീരിക ആവശ്യമാണോ? അല്ല. സുരക്ഷാ ആവശ്യമാണോ? അല്ല. അതുപോലെ തന്നെ സ്നേഹസംബന്ധമായിട്ടുള്ള ആവശ്യമാണോ? അല്ല. പിന്നെ ഏതാണ് വരുന്നത്? ആത്മസാക്ഷാത്കാര ആവശ്യമാണ് നമ്മുടെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ആവശ്യം എന്ന് പറയുന്നത്. ഏതാണ്? നമ്മുടെ ആത്മസാക്ഷാത്കാര ആവശ്യമാണ്. അപ്പോൾ ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, മനോവിശ്ലേഷണ സിദ്ധാന്തം വിശദീകരിച്ച ആരാണ്? ഇത് നമ്മൾ സ്ഥിരമായിട്ട് ചോദിക്കുന്നത്. ഇപ്പോൾ 3-4 പരീക്ഷയ്ക്ക് ഇത് 4ാമത്തെ തവണയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. സിഗ്മണ്ട് ഫ്രോയിഡ് കേട്ടോ. അപ്പോൾ ഇനി റിപ്പീറ്റ് ചെയ്യാം. അടുത്ത ചോദ്യം, ഒരു മിനിറ്റ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ ദൃശ്യസ്ഥലകാല ബുദ്ധി അഥവാ സ്പെഷ്യൽ ബുദ്ധി കൂടുതലായിട്ടുള്ളത് ആർക്കാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ചോദ്യമാണ്. അതിൻ്റെ ഓപ്ഷൻസ് ഒക്കെ നല്ല വെറൈറ്റി ഉള്ള ഓപ്ഷൻസ് ആണ്. അതായത് എന്താണ്? താഴെ പറയുന്നതിൽ ദൃശ്യസ്ഥലകാല ബുദ്ധി അഥവാ സ്പെഷ്യൽ ബുദ്ധി കൂടുതലായിട്ടുള്ളത് ആർക്കാണ്? ശില്പികൾക്കാണോ, അതുപോലെ തന്നെ എഴുത്തുകാർക്കാണോ, സംഗീതജ്ഞർക്കാണോ, രാഷ്ട്രീയക്കാർക്കാണോ? അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൽ എഴുത്തുകാർ വരില്ല, അതുപോലെ തന്നെ സംഗീതജ്ഞർ വരില്ല, അതുപോലെ തന്നെ രാഷ്ട്രീയക്കാർ വരില്ല. അപ്പോൾ ആർക്കാണ്? ശില്പികൾക്കാണ് ഏറ്റവും കൂടുതൽ കൂടുതലായിട്ടുള്ള ദൃശ്യസ്ഥലകാല ബുദ്ധി വരുന്നത് കേട്ടോ. ഓപ്ഷൻ എ ആണ്, ശില്പികളാണ്. അപ്പം ദൃശ്യസ്ഥലകാല ബുദ്ധി കൂടുതലായിട്ടുള്ളത് ആർക്കാണ്? ശില്പികളാണ്. ശില്പികൾ. അടുത്ത ചോദ്യം, ഭൂകമ്പം, മലിനീകരണം തുടങ്ങിയവ ഏത് സമ്മർദ്ദത്തിന് ഉദാഹരണമാണ്? ഭൂകമ്പം, മലിനീകരണം തുടങ്ങിയവ ഏത് സമ്മർദ്ദത്തിന് ഉദാഹരണമാണ്? നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസറിലോട്ട് വരാം. പാരിസ്ഥിതിക സമ്മർദ്ദത്തിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഭൂകമ്പം, മലിനീകരണം തുടങ്ങിയവ ഏത് സമ്മർദ്ദത്തിന് ഉദാഹരണമാണ്? പാരിസ്ഥിതിക സമ്മർദ്ദത്തിന് ഉദാഹരണമാണ്. അടുത്ത ചോദ്യം, ലക്ഷ്യം നേടിയെടുക്കുന്നതിൽ തടസ്സം നേരിടേണ്ടി വരുമ്പോൾ ഡാഷ് ഉണ്ടാകുന്നു. ലക്ഷ്യം നേടിയെടുക്കുന്നതിൽ തടസ്സം നേരിടേണ്ടി വരുമ്പോൾ ഡാഷ് ഉണ്ടാകുന്നു. എന്താണ് ആ ഡാഷ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ്? പഠിച്ച ഒരാൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. എന്താണ്? ഇച്ഛാഭംഗം ഉണ്ടാകുന്നു. ഇച്ഛാഭംഗം ഉണ്ടാകുന്നു കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. ലക്ഷ്യം നേടിയെടുക്കുന്നതിൽ തടസ്സം നേരിടേണ്ടി വരുമ്പോൾ ഇച്ഛാഭംഗം ഉണ്ടാകുന്നു. ഇച്ഛാഭംഗം ഉണ്ടാകുന്നു. അടുത്ത ചോദ്യം, ബാഹ്യമായ ബഹുമതികൾക്ക് വേണ്ടി അല്ലാതെ വ്യക്തിപരമായ താല്പര്യം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എല്ലാം ഏത് തരം അഭിപ്രേരണയ്ക്ക് ഉദാഹരണമാണ്? ഞാൻ ഒന്നുകൂടെ പറയാം. ബാഹ്യമായ ബഹുമതികൾക്ക് വേണ്ടി അല്ലാതെ വ്യക്തിപരമായ താല്പര്യം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം ഏത് തരം അഭിപ്രേരണയ്ക്ക് ഉദാഹരണമാണ് എന്നുള്ളതാണ്. അതേതാണ്? ആന്തരിക അഭിപ്രേരണയ്ക്ക് ഉദാഹരണമാണ്. കാരണം നമ്മുടെ ബാഹ്യശക്തികൾ കാരണമല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. നമ്മൾക്ക് സ്വയം തോന്നി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എന്താണ്? ആന്തരിക അഭിപ്രേരണയ്ക്ക് ഉദാഹരണങ്ങളാണ്. ക്ലിയർ ആണ്? അടുത്ത ചോദ്യം, ബുദ്ധിശക്തിയുടെ ബഹുമുഖ സിദ്ധാന്ത പ്രകാരം നൃത്തം ചെയ്യുന്ന വ്യക്തികളിൽ ഏതുതരം ബുദ്ധിയാണ് മുന്നോട്ട് നിൽക്കുന്നത്? നല്ലൊരു ചോദ്യമാണ്. ബുദ്ധിശക്തിയുടെ ബഹുമുഖ സിദ്ധാന്ത പ്രകാരം നൃത്തം ചെയ്യുന്ന വ്യക്തികളിൽ ഏതു തരം ബുദ്ധിയാണ് മുന്നോട്ട് വെക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ നോക്കി തന്നെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ശാരീരിക ചലനപര ബുദ്ധിയാണ് കേട്ടോ. ശാരീരിക ചലനപര ബുദ്ധിയാണ് നൃത്തം ചെയ്യുന്ന വ്യക്തികളിൽ ഉണ്ടാകുന്ന ബുദ്ധി. ഏതാണ്? ശാരീരിക ചലനപരമായിട്ടുള്ള ബുദ്ധിയാണ്. അടുത്ത ചോദ്യം, മനോവിശ്ലേഷണ സിദ്ധാന്തം വികസിപ്പിച്ച വ്യക്തിയുടെ പേരെന്താണ്? സിഗ്മണ്ട് ഫ്രോയിഡ്. ഇപ്പോൾ എത്രാമത്തെ ചോദ്യമാണ് റിപ്പീറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നടന്നിട്ടുള്ള പരീക്ഷകളിലെല്ലാം ഇതൊരു ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇനി റിപ്പീറ്റ് ചെയ്യാം. അപ്പം മനോവിശ്ലേഷണ സിദ്ധാന്തം നിങ്ങൾ നമ്മുടെ ക്ലാസ് ഒന്ന് ശരിക്കും കാണാൻ ശ്രമിക്കുക. അപ്പോൾ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും വരുന്നതാണ്. അടുത്ത ചോദ്യം, അയൽക്കാരുമായി നിരന്തരം ഉണ്ടാകുന്ന സംഘർഷം ഏതുതരം മാനസിക സമ്മർദ്ദത്തിന് ഉദാഹരണമാണ്? അയൽക്കാരുമായി നിരന്തരം ഉണ്ടാകുന്ന സംഘർഷം ഏതുതരം മാനസിക സമ്മർദ്ദത്തിന് ഉദാഹരണമാണ്? സാമൂഹിക മാനസിക സംഘർഷമാണ്. സാമൂഹിക മാനസിക സംഘർഷമാണ്. അടുത്ത ചോദ്യം, വ്യക്തമല്ലാത്തതും വ്യാപിച്ചു കിടക്കുന്നതും അരോചകവുമായ ഭയത്തെ അറിയപ്പെടുന്നത് എന്താണ്? ഉത്കണ്ഠ അഥവാ ആങ്സൈറ്റിയാണ് കേട്ടോ. അപ്പോൾ നോക്കി വെച്ചോണം. വ്യക്തമല്ലാത്തതും വ്യാപിച്ചു കിടക്കുന്നതും അരോചകവുമായ ഭയത്തെ അറിയപ്പെടുന്നതാണ് ഉത്കണ്ഠ അഥവാ ആങ്സൈറ്റി. അവസാനത്തെ ചോദ്യം നോക്കാം.
താഴെ പറയുന്നവയിൽ ആന്തരിക അഭിപ്രേരണയ്ക്ക് ഉദാഹരണം ഏതാണ്? താഴെ പറയുന്നവയിൽ ആന്തരിക അഭിപ്രേരണ, നമ്മൾ പറഞ്ഞു ആന്തരിക അഭിപ്രേരണ നമ്മൾ പഠിച്ചാണ് എന്താണ്, രണ്ട് ടൈപ്പിലുള്ള അഭിപ്രേരണകളുണ്ട്. അത് ഒന്ന് ആന്തരിക അഭിപ്രേരണയും ഏതാണ് ബാഹ്യ അഭിപ്രേരണയുമാണ് വരുന്നത്. ബാഹ്യ അഭിപ്രേരണ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പഠിച്ചാണ്, മറ്റൊരാൾ പറഞ്ഞ്, അതായത് മറ്റൊരാൾ പറഞ്ഞ് ചെയ്യുന്നതോ അഥവാ എന്താണ് എന്തെങ്കിലും ഒരു കാര്യം ലഭിക്കും, അതായത് മുട്ടായി ലഭിക്കും, അതുപോലെ തന്നെ ഗിഫ്റ്റ് സമ്മാനം എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ചെയ്യുന്നതോ. അപ്പം ആന്തരിക അഭിപ്രേരണ എന്താണ്, നമുക്ക് സ്വയം തോന്നി, നമ്മുടെ ആത്മസംതൃപ്തിക്ക് വേണ്ടി നമുക്ക് സ്വയം തോന്നി ചെയ്യുന്നതാണ് ആന്തരിക അഭിപ്രേരണ. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ആന്തരിക അഭിപ്രേരണയ്ക്ക് ഉദാഹരണം ഏതെന്നാണ്. ഫസ്റ്റ് തന്നെ നോക്കാം, ഓപ്ഷൻസ് നോക്കാം. അധ്യാപക നിർബന്ധപ്രകാരം പഠിക്കുന്നു. അധ്യാപക നിർബന്ധപ്രകാരം പഠിക്കുന്ന ആന്തരിക അഭിപ്രേരണയാണോ? അല്ല, അതൊരു ബാഹ്യ അഭിപ്രേരണയാണ്. രണ്ടാമത്തെ നോക്കാം, മാതാപിതാക്കൾ വാങ്ങിത്തരുന്ന സമ്മാനങ്ങൾക്ക് വേണ്ടി പഠിക്കുന്നു. അതും ഒരു ബാഹ്യ അഭിപ്രേരണയാണ്. സമ്മാനത്തിന് വേണ്ടി മാത്രമാണ് അവിടെ പഠിക്കുന്നത്. ക്ലിയർ ആണ്. അടുത്ത നോക്കാം, നല്ല മാർക്ക് നേടണമെന്ന് സ്വയം പ്രേരണ തോന്നി പഠിക്കുന്നു. അതൊരു ആന്തരിക അഭിപ്രേരണയാണ്. അപ്പം സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ വിദ്യാലയത്തിൽ നിന്നും ലഭിക്കുന്ന അംഗീകാരത്തിന് വേണ്ടി പഠിക്കുന്നു. അപ്പോൾ അംഗീകാരത്തിന് വേണ്ടിയാണ് പഠിക്കുന്നത്, അതൊരു ബാഹ്യ അഭിപ്രേരണയാണ്. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്. ആന്തരിക അഭിപ്രേരണയ്ക്കുള്ള ഉദാഹരണം ഏതാണ്? നല്ല മാർക്ക് നേടണമെന്ന് സ്വയം പ്രേരണ തോന്നി പഠിക്കുന്നതാണ് ആന്തരിക അഭിപ്രേരണ. അതായത് നമുക്ക് ആത്മസംതൃപ്തിക്ക് വേണ്ടി നമുക്ക് സ്വയം തോന്നി ചെയ്യുന്നതാണ് ആന്തരിക അഭിപ്രേരണ. നമ്മൾ ഈ ഒരു ക്ലാസ് എടുത്തപ്പോഴും പറഞ്ഞിരുന്നു, നമ്മളെപ്പോലെ പഠിക്കുന്ന ഒരാൾക്ക് എന്താണ് വേണ്ടത്? ആന്തരിക അഭിപ്രേരണയാണ് വേണ്ടത്. നമുക്ക് ആ ജോലി വേണമെന്നുള്ള ആന്തരികമായിട്ടുള്ളൊരു മോട്ടിവേഷൻ അഥവാ അഭിപ്രേരണയാണ് വേണ്ടത്. നമുക്കുള്ള ആഗ്രഹം വേണം. നമുക്ക് ഈ ഒരു ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രസന്റ് ഓഫീസർ ലഭിച്ചേ പറ്റൂ എന്നുള്ള നമുക്കൊരു ഇതുണ്ടല്ലോ, നമുക്കൊരു ആഗ്രഹം ഉണ്ടല്ലോ. ആഗ്രഹം കൊണ്ട് നമ്മൾ ഈ ഒരു ജോലി നേടിയെടുക്കും എന്നുള്ള രീതിയിലുള്ള ഒരു ആന്തരിക അഭിപ്രേരണയാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഒരിക്കലും ബാഹ്യ അഭിപ്രേരണയല്ല വേണ്ടത്. നമ്മളെ സംബന്ധിച്ച് നമുക്ക് ആന്തരിക അഭിപ്രേരണയാണ് വേണ്ടുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇനി നമുക്ക് സൈക്കോളജി പരമായിട്ടുള്ള ക്ലാസ്സസും ഇനി ഞാൻ ഇടാൻ പോകുന്ന വീഡിയോസ് എന്ന് പറഞ്ഞാൽ ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മളിനി വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇതിനു മുമ്പേ നമ്മൾ വിവരാവകാശ നിയമത്തിൻ്റെ PVQ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മനുഷ്യാവകാശ നിയമം, പിന്നെ കേരള ജയിൽ ഘടനയും പ്രവർത്തനങ്ങളും അതിൻ്റെ ക്ലാസ്സും ഇട്ടിട്ടുണ്ട്. PVQ റിവിഷൻ ക്ലാസ്സും ഇട്ടിട്ടുണ്ട്. അതോടൊന്ന് മാക്സിമം എല്ലാ കൂട്ടുകാരും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ മാക്സിമം അതോടൊന്ന് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇനിയിപ്പം സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസുമായിട്ടൊക്കെ ഉടനെ തന്നെ എത്തുന്നതാണ്. അപ്പോൾ മോഡൽ ക്വസ്റ്റ്യൻസ് PVQ ഒക്കെ നിങ്ങൾ മാക്സിമം നമ്മുടെ ക്ലാസ്സിൽ നിന്ന് കണ്ട് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു 20 ഒരു 18 മാർക്കൊക്കെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കുന്നതാണ്. അതുകൂടാതെ തന്നെ കറണ്ട് അഫയേഴ്സിൻ്റെ ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സ് ക്ലാസ്സസ് ഒക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുകൂടെ ഒന്ന് കാണാൻ ശ്രമിക്കുക. പിന്നെ ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സ് ക്ലാസ്സും വരും ദിവസങ്ങളിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള. അപ്പം ഇത്രയാണ് പറയാനുള്ളത്. നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ക്ലാസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. പിന്നെ അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ബാക്കിയുള്ള കൂട്ടുകാർക്കുള്ള ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. ഈ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾ ധൈര്യമായിട്ട് നമ്മുടെ കൂടെ പോകുന്നുള്ളൂ. നമ്മൾ എന്തായാലും സ്പെഷ്യൽ ടോപ്പിക്സിലെ മുഴുവൻ മാർക്കും നിങ്ങൾക്ക് ലഭിക്കത്തക്ക രീതിയിലുള്ള നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ഇടുന്നതാണ്. അപ്പോൾ മാക്സിമം നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി. അതുകൂടാതെ തന്നെ നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സസും ഇടുന്നതാണ്. അപ്പം പുതിയൊരു ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ വരുന്നതാണ്. നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി വെക്കുക. ക്ലാസ് വരുന്നവർക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പം നിങ്ങൾക്കിനി ഉപകാരപ്രദമാകുന്ന ക്ലാസ്സുകളാണ് ഇടുന്നത്. ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രസന്റ് ഓഫീസർ പരീക്ഷ എഴുതുന്ന കൂട്ടുകാരികൾക്ക് വേണ്ടിയുള്ള. അപ്പം നല്ല രീതിയിൽ പരീക്ഷ അറ്റൻഡ് ചെയ്യുക. ഇപ്പോഴേ നമ്മുടെ കൂട്ടുകാരികളെല്ലാം പഠിക്കുമായിരിക്കും. അപ്പം നിങ്ങൾക്കൊരു ഹെൽപ്പ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ക്ലാസ് ഇടുന്നത്. അപ്പം മാക്സിമം നിങ്ങൾ റിവിഷൻ എന്ന രീതിയിൽ ഈ ഒരു ക്ലാസ്സുകളൊക്കെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ പുതിയൊരു ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. താങ്ക് യു ഓൾ.